താരസംഘടനയായ അമ്മയിൽ പോരാണ്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അൻസിബ വെളിപ്പെടുത്തിയത്. ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. അൻസിബയെ പലതും പറഞ്ഞുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത്. ഇത് ടിനി ടോമിന്റെ മകന്റെ ലീലാവിലാസമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു ടിനി ടോമിന്റെ മകൻ. ജാമ്യമുള്ള വകുപ്പായതിനാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടി. ആ ആഡംബരത്തിന്റെ ലീലാവിലാസമാണ് ഈ വീഡിയോ. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. പണിയില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. ഞങ്ങൾ കോളേജിൽ പഠിക്കണ പിള്ളേരാണ് ഇയാൾ ഇത്രയും ചിത്തൂട് പോലെ വളർന്നുണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ടിനി ടോമിന്റെ മകനാണ്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. തെരുവിളിക്കുകയാണ്. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് തെരുവിളിക്കുകയാണ്. വീടിന്റെ ഫ്രണ്ടിൽ തെരുവിളിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തും പോലെ ഇതാണ് ടിനി ടോമിന്റെ മകൻ. അന്ന് സംസാരിക്കാൻ പറഞ്ഞു. നാട്ടുകാരെ കാണിക്കാണ്ട് നട്ടലുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാക്കടാ. നീ തെരുവിളിക്കണ എന്തിനാ? പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെരുവിളിക്കണേ? കാരണം പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. ഞാൻ കൊച്ചാന്ന് പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. പറയണ്ടല്ലോ. പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞാ കേട്ടില്ല നീ തെരുവിളിക്കുക. എടുത്തെറിയട വൈര്. നീ എറിയട. നീ ഇങ്ങോട്ട് നെഞ്ചത്തിട്ട് എറി. നീ ഇപ്പെറി എറിയടാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ തെരുവിളിച്ചാണ്ടല്ലോ. ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല. വീടിന്റെ സംസ്കാരം കാര്യം പറഞ്ഞത് അത് നിങ്ങളെ പൊട്ടിക്കും ഞാൻ. നാളെ യൂട്യൂബില് നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടാ. നീ തീർന്നു. പോടാ. ഇറച്ചിത്തൂണ് എന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ. എന്റെ വീട് ഇവിടെ തന്നെയാണ്. ടിനി ടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. എടാ ഇറച്ചിത്തൂണേ. ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ചേട്ടാ എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? ഇവനാണ് സംസാരിച്ചത്. പറഞ്ഞു. ടിനി ടോമിന്റെ മകനാണ്. സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. കഞ്ചാവ് അടിച്ച് കഴിഞ്ഞ തവണ പാതാളത്ത് വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ഇപ്പൊ അതേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. ഓ റിയലി അവിടെ നിന്ന് ഒരാളെ കൊല്ലടിച്ച് വണ്ടി മറന്നു. ഡമ്പിലൊക്കെ മറ്റേ പ്ലേറ്റ് എടുത്തിട്ടെ ഞാനിരുന്ന് എറിയൂന്ന് വന്നെറിയടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ. വേറെ കാര്യം പറയാലോ. വീട്ടിൽ നീ കേറിവാടാ. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്. പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. ടിനി ടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടോ. വിജയ് മോഹൻ പൊളി. ഇവിടുത്തെ പ്രസിഡന്റാ. നിങ്ങൾക്ക് ഇതല്ല പ്രശ്നം. വിജയ് മോഹൻ എന്റെ ആരാ? നിങ്ങളുടെ നിക്കണ വില്ലയുടെ പ്രസിഡന്റ് ഇവിടുത്തെ അസോസിയേഷൻ. വില്ലയുടെ പ്രസിഡന്റാ. വില്ലയുടെ പേരിലല്ലല്ലോ. വില്ലയുടെ പേരിലല്ലല്ലോ. എന്റെ പേരിലാ. എന്റെ പേരിലാ. ശബരീഷ് ഹെർമിറ്റേജ് ലൈൻ റോഡിന്റെ പേര്. ചേട്ടന്റെ പേര് ഹെർമിറ്റേജ്. ഈ വീട് എന്റെ പേരിലാ. എന്റെ വീട് എന്റെ പേരില്ല. ഫ്രണ്ടിൽ കൂടി ഓടിക്കുമ്പോ അതാണ് നിങ്ങളുടെ ഫ്രണ്ട്. ഇത് പബ്ലിക് റോഡാ. ഇത് പബ്ലിക് റോഡ്. അവിടെ കൂടെ ഞാൻ വല്ല ലോറി ഓടിച്ചു വരും. എനിക്ക് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ഗൈസ് വാട്സ്ആപ്പ് വെൽക്കം. ഇയാൾക്ക് വേറെ പണിയില്ലാത്തോണ്ട് കാണിക്കുന്നത്. ഇത് നാളെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നല്ല വൃത്തിക്കായി. അത് നിന്റെ തലയിൽ. നിങ്ങളുടെ സംസ്കാരം പോണേ. നിങ്ങളുടെ സംസ്കാരം പോണേന്ന് ആലോചിക്കും. നിന്റെ ഇത് എനിക്ക് വേണ്ട കേട്ടാ. നിന്റെ ഒത്താശ എനിക്ക് വേണ്ട. എന്താടാ പുറത്തേക്കോ നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ വീടല്ലേ? നിങ്ങളുടെ വീട് എനിക്ക് വരാൻ പാടില്ലല്ലോ. നീ ടിനി ടോമിന്റെ മോനാണ് കയറുക. എനിക്ക് ഉറപ്പൊന്നുമില്ല. നിങ്ങളാണ് ഇല്ല. കാരണം ഞാൻ നിങ്ങളുടെ ഒരു പലതൊക്കെ ജനിച്ചല്ല. അത് നിന്റെ തള്ളയെടുത്ത് വെച്ച് നോക്കി. നിന്റെ തള്ളയെടുത്ത് വെച്ച് നോക്കി. ഡബിൾ ഡാഡി സിൻഡ്രോളോൻ. പോലീസിനെ വിളിക്ക്. I am Adam Shem. I am 20 years old. നിങ്ങളുടെ തലയിൽ കയറുന്ന കാര്യമല്ലേ ഞാൻ പറയണ്ടത്. ഒരു കാര്യം ചെയ്യും. ടിനി ടോമിന്റെ മോനാണെന്ന് അറിയണ്ടല്ലേ? ഞാനിപ്പോ ടിനി ടോമിനെ വിളിക്കാം.
ബാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ബാ രാത്രി വിളിച്ചെടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി അസഭ്യം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോവാം. അവന്റെ തന്നയുടെ പേരില് അവന് ഉറപ്പില്ല, അതുകൊണ്ട് അത് ഉറപ്പ് വരുത്താറില്ല. ഉറപ്പ് വരുത്തനെ പൊളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്റ്റേഷനിൽ പോവാം. നമുക്ക് സ്റ്റേഷനിൽ പോവാം. ബാ ഇവന്റെ ഫോട്ടോ എടുക്കട്ടോ. ഇവന്റെ ഫോട്ടോ എടുക്കട്ടോ. ഇതൊക്കെ സമയം കണ്ടെത്തണം നിങ്ങളെ കൊള്ളാട്ടോ. ഹലോ, നീ എന്നെ വിളിച്ചിറക്കിയത് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ ഭാഗം കട്ട് ചെയ്യാലോ. നീ നിന്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും പോയി സംസാരിക്കും. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാന്നേ, പബ്ലിക് റോഡല്ലേ. ഉണ്ടെങ്കിൽ നീ പോയി സംസാരിക്കും കേട്ടാ. ഞാൻ ഇവിടെ സംസാരിക്കും. നിങ്ങളുടെ വീട്ടിലല്ലേ. ചോദ്യ സ്റ്റേഷനിൽ പോകാമോ? നീ വണ്ടി ഓടിച്ചോ? ഞാൻ എന്റെ വീട്ടിൽ കയറി വർക്കീണേ, അല്ലാണ്ട് നിന്റെ പോലെ അരപ്പിച്ചോണ്ടല്ല പോണത്. പബ്ലിക് ന്യൂസൻസ് അല്ല നീ ചെയ്യുന്നേ. ഇവിടെ വേറെ ആര് നിങ്ങളുടെ കംപ്ലൈന്റ് ആണെങ്കിൽ ഫോറമലേക്ക് കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു. നിന്നെ ഞാൻ വിളിച്ചപ്പോ നീ തെറിയാണോ വിളിക്കണേ? നിന്നെ ഞാൻ വിളിച്ചപ്പോ നീ തെറിയ വിളിക്കണേ? കാരണം എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല. നിങ്ങളിങ്ങനെ നീ തെറിയ വിളിക്കണേ? അതിന് നീ തെറിയ വിളിക്കണേ? നീ എന്നാ ശരി, ഓമനക്കുട്ടാന്ന് വിളിക്കട്ടെ. മറ്റവനെ ഇപ്പൊ വിളിക്കടാ ഓമനക്കുട്ടാന്ന്. മറ്റേ വിളിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്റെ പേര് ശബരീഷ്. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഈ വീഡിയോ ഇടാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ മകനിൽ നിന്നും വളരെ മോശമായിട്ട് ഒരു ബിഹേവിയർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, 4 മണിക്ക് ഞാനും എന്റെ മകനും കാർ പോർച്ചിൽ കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ മകൻ ആഡം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ പയ്യന്റെ മുസ്താങ്ങിന്റെ നമ്പർ ഞാൻ പറയാം. ജസ്റ്റ് എ മൊമെന്റ്. KL16W7000 എന്ന് പറയുന്ന മസ്താങ്. ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എനിക്കറിയില്ല ആരാണെന്ന്. പോകുമ്പോൾ വീടിന്റെ സൈഡിലുള്ള ഒരു ഹമ്പിൽ നന്നായി റേസ് ചെയ്യിച്ചപ്പോൾ എന്റെ മോൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ, ഇതിനെ തുടർന്ന് ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മോനെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, മീൻസ് ത്രോട്ടിൽ നിന്ന് കാലെടുക്കണം. എന്റെ മോൻ പേടിച്ചു, അവൻ വീണു, ഭയത്തിനൊന്നും പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം യു ടേക്ക് കെയർ എന്ന് പറഞ്ഞപ്പോൾ വളരെ അരഗണ്ടായിട്ട് എന്നോട് സംസാരിക്കായിരുന്നു ഉണ്ടായത്. ഞാൻ ആ ഒരു ഫസ്റ്റ് കോൾ റെക്കോർഡ് ചെയ്തില്ല. അരഗണ്ടായിട്ട് എന്നോട് സംസാരിച്ചിട്ട് എന്നോട് ആ കുട്ടി പറഞ്ഞത് ഹമ്പിന്റെ അവിടെ എത്തുമ്പോൾ RPM കുറയും, അപ്പോൾ വണ്ടിക്ക് റേസ് ആവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്തെ, എനിക്ക് 38 വയസ്സുണ്ട്, ഒരു GCC 9 years എക്സ്പീരിയൻസും ദെൻ ഇപ്പോ ഒരു 4.5 years ആയിട്ട് ഗെറ്റിംഗ് 5 years യൂറോപ്പിലുമാണ്. സോ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളൊരു പയ്യൻ, നീ ആരടാ, നിനക്ക് 38 വയസ്സിന് എനിക്കെന്തരാ, ഞാൻ ഓടിക്കൂടാ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അരഗന്റായിട്ട് ഇരുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഫ്ളാറ്റിന്റെ അസോസിയേഷനിലായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എല്ലാം സംസാരിച്ചു. ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും കൈയൊഴിഞ്ഞു. ദെൻ അഗെയിൻ ഞാൻ ഈ പയ്യനെ വിളിച്ചു, ആഡത്തിനെ വിളിച്ചിട്ട് ഞാൻ അവനോട് സംസാരിച്ചപ്പോ എന്നെ എന്താ പറയാ വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഈ പയ്യനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു തരാം, കാരണം എന്താണെന്ന് അറിയണല്ലോ നിങ്ങൾക്ക്. ആരാണ് സംസാരിച്ച കൂടെ ഉള്ളത്? ഞാൻ ആടത്തോടല്ലേ സംസാരിച്ചത്, പിന്നെ മറ്റുള്ളവർക്ക് ഫോൺ കൊടുക്കേണ്ട കാര്യം എന്താ? ഞാൻ തന്നോട് ഡീസന്റ് ആയിട്ടല്ലേ സംസാരിച്ചേ? പിന്നെ മറ്റുള്ളവരെ കൊണ്ട് തെറി പറയിപ്പിക്കണോ? ഞാൻ പിന്നെ തന്നെ എന്താ തെറി വിളിച്ചോ? എന്ത് ജിമ്മിൽ ഓരോന്ന് പോയി പറയണത്? ഏതാ RDX? RDXന്റെ കാര്യം വിട്. നീ ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞേ. നിനക്ക് പറയാം, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായല്ല? അല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട കേട്ടല്ല. നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട മോനെ, മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വിത്ത് ഓൾ റെസ്പെക്ട്, ദിസ് ഈസ് മൈ. നീ പതുക്കെ പോവാ, നീ വണ്ടിയും കൊണ്ട് പതുക്കെ പോവാ, അത്രേ ഉള്ളൂ കേട്ടാ.
തെറി വിളിക്കാണ് ഈ പയ്യൻ. തെറി വിളിക്കണ എന്തിനാ? ടിനി ടോമിന്റെ മകനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മകനാണ്. റിവർ സൈഡിലുള്ള വില്ലയിലെ താമസിക്കുന്നതാണ്. തെറി വിളിക്കണ എന്തിനാ? ഇതാണ് എന്റെയൊക്കെ സംസ്കാരം. നീ തെറി വിളിക്കണേ? അതിന് നീ തെറിയാണോ വിളിക്കണ? അതിന് നീ തെറിയാണോ വിളിക്കണ? അതിന് നീ തെറിയാണോ വിളിക്കണ? നീ തെറിയാണോ വിളിക്കണേ? എനിക്ക് തെറി നീ ആ തെറിയാണോ വിളിക്കണേ? നീ തെറിയാണോ വിളിക്കണേ? ഞാൻ മോനോട് ഡീസന്റ് ആയിട്ട് സംസാരിച്ചപ്പോ മോൻ എന്തിനാ തെറി വിളിക്കുന്നേ? ഞാനിപ്പൊ വിളിച്ചിട്ട് എന്താ ചോദിച്ചേ? ആടമേ ഫ്രണ്ടിൽ കൂടി വണ്ടി പോയപ്പോ മോൻ പേടിച്ചു, മോനൊന്ന് വീണു, അതുകൊണ്ട് കുറച്ച് പതുക്കെ പൊക്കോ. നോർമലായിട്ട് പോയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവന്റെ ഒരു ഇരപ്പിക്കലുണ്ട്. നമ്മൾ ഈ വണ്ടി ഓടിക്കാത്തൊന്നല്ലോ. ഫോൺ വാങ്ങിച്ചിട്ട് നീ ആരടാ? അതെന്തിനാ? താനല്ലേ ഇവിടെ താമസിക്കുന്നേ? താനല്ലേ സംസാരിക്കണ്ടേ? താനല്ലേ സംസാരിക്കണേ? അതിന് നീ മൈരേന്നൊക്കെ വിളിക്കണത്? കേട്ടില്ലെങ്കിൽ ഉടനെ ആരെയാണ് നീ തെറി വിളിക്കോ? കേട്ടില്ലെങ്കിൽ നീ പറഞ്ഞ കേട്ടില്ല ആരെയും തെറി വിളിക്കോ? നിന്നോട് റോങ് ആയിട്ടെന്ന് പറഞ്ഞാൽ നീ വിളിച്ച പോലെ മൈരേന്നൊന്നും ഞാൻ നിന്നെ വിളിച്ചോ? വിളിച്ചോ? എടാ ഞാനന്ന് നിന്നെ അങ്ങനെ വിളിച്ചു, ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാ ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചാ ഞാനും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം കേട്ടോ. ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം കേട്ടാ. അപ്പൊ ഇതിന് ശേഷം ഞാൻ ഈ വോയിസ് എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാൻ സ്പ്രെഡ് ചെയ്തു. നമ്മൾ സെലിബ്രിറ്റി ഒന്നുമല്ല, താഴെപ്പള്ളിക്കാരനാണ്, കുഞ്ഞുട്ടി പരാധീനങ്ങളുള്ള ഒരു ആളാണ്. വളരെ ആറായിട്ട് പുറത്തായിരുന്നു, മോനെ കാണാൻ വേണ്ടി വന്നതാണ്. സോ നമുക്കിതിനൊന്നും വള്ളി പിടിക്കാൻ നേരില്ല. പക്ഷെ ഇങ്ങോട്ട് വള്ളി പിടിക്കാമെന്ന് എന്താ ചെയ്യാ സുഹൃത്തുക്കളെ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചു. അവരെന്റെ അടുത്ത് സോറി പറഞ്ഞു. അവര് പറഞ്ഞു മുന്നേ കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, നമുക്ക് സമാനമായിട്ട് ജീവിക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം എന്താ പറയാ, എനിക്ക് ഒരു മെസ്സേജ് വന്നേക്കാണ്. ഒരു കാര്യം പറയാൻ മതി. ഐ തിങ്ക് ഞാൻ വന്നേന് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതേപോലൊരു പ്രശ്നമുണ്ടായി. ഇവന്റെ, അതായത് ടിനിയുടെ മകനും സുഹൃത്തുക്കളും ആലുവ ഇടമുള പാലത്തിന്റെ അവിടെ വെച്ചൊരു വണ്ടിയിൽ 4 പേരുണ്ടായിരുന്നു. വണ്ടി ഇടിച്ച് മറിഞ്ഞ് ടോട്ടൽ ലോസ് ആയി പോയി. ഇതൊക്കെ ഒരു കാശ് കൊടുത്ത് ഒതുക്കി തീർത്തു. ഇതിന്റെ ഫോട്ടോ ഞാൻ ഡേറ്റ് പറയാം. ഇതിന്റെ ഡേറ്റ് ഈ സംഭവം നടന്നതിന്റെ ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. ഇത് 13 മെയ് 2024 ഈ സംഭവം നടന്നത്. ഇത് എടമുള കടവിന്റെ പാലം, അതിന്റെ അടുത്തുള്ളൊരു വീടാണ്. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഇവര് 4 പേര്, ആടമടങ്ങുന്ന 4 പേരാണ് ഈ വണ്ടിയിൽ. ഈ വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി. ഓക്കെ, ഇതൊക്കെ ഇവർ ഒതുക്കി തീർത്തു. കാരണം സെലിബ്രിറ്റിയാണ്, നമുക്കൊന്നും മിണ്ടാൻ പാടില്ല, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കണം.